പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയത്തിൽ നിന്ന് ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രധാനപ്പെട്ട കത്തുകൾ പലതും കാണുന്നില്ല. UPA സർക്കാരിൻ്റെ കാലത്ത് സ്വാധീനമുണ്ടായിരുന്ന സോണിയാഗാന്ധിയാണ് അവിടെ നിന്ന് എടുത്തതെന്നും കേൾക്കുന്നില്ല. സത്യമാണ്. ഈ നെഹ്റു മ്യൂസിയം ആൻഡ് ലൈബ്രറി എന്നൊരു സ്ഥാപനം ഡൽഹിയിലുണ്ടായിരുന്നു. അത് പിന്നീട് നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ആൻഡ് ലൈബ്രറി എന്നതിൻ്റെ പേര് മാറ്റി. പ്രധാനമന്ത്രി നെഹ്റു എന്നല്ലല്ലോ, നെഹ്റുവിൻ്റെ അല്ല, ഇന്ത്യൻ പ്രധാനമന്ത്രിമാരുടെ ഓർമ്മകൾ, നെഹ്റുവിൻ്റെ മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ പ്രധാനമന്ത്രിമാരുമായി ബന്ധപ്പെട്ട രേഖകൾ, ഡോക്യുമെൻറ്റ്സ്, അത്തരം കാര്യങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടി. അല്ല പിന്നെ ഇന്ത്യയിലെ ഓരോ പ്രധാനമന്ത്രിയുടെയും പേരിൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റും, നരസിംഹറാവു, മൻമോഹൻ സിംഗ് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ട് പ്രധാനമന്ത്രിമാരുമായി ബന്ധപ്പെട്ട ചരിത്രപരമായ രേഖകൾ സൂക്ഷിക്കാനുള്ള മ്യൂസിയമായിട്ട് ഇതിനെ മാറ്റി. അതാണ് പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ആൻഡ് ലൈബ്രറി എന്ന് പറയുന്നത്. അവിടുത്തെ ഗവേഷകനും ജീവനക്കാരനും ഉത്തരവാദിത്തപ്പെട്ട ഗവേണിംഗ് ബോഡി മെമ്പറാണ് റിസ്വാൻ ഖാദ്രി. ചരിത്രകാരനാണ് റിസ്വാൻ ഖാദ്രി, പേര് ശ്രദ്ധിക്കണം അദ്ദേഹത്തിന്. അതുകൊണ്ട് ഇത് വേറെ ആരോടും സംഘപരിവാർ അജണ്ട എന്നൊന്നും പറയരുത്. അദ്ദേഹം അവിടുത്തെ ജീവനക്കാരനാണ്. അദ്ദേഹം ഈ പരിശോധിച്ചപ്പോൾ നെഹ്റു കളക്ഷൻസ് എന്ന് പറയുന്ന അതിനകത്ത് പ്രധാനപ്പെട്ട കുറേ രേഖകൾ കാണാനില്ല. പരിശോധിച്ചപ്പോൾ 2008 സോണിയാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം, സോണിയാഗാന്ധി ആരാ? കേവലം ഒരു MP മാത്രമാണ് അല്ലേ? പക്ഷേ 2008 മൻമോഹൻ സിംഗിൻ്റെ സർക്കാരാണ്, കോൺഗ്രസ് സർക്കാരുണ്ട്. അതെ. അപ്പോൾ സോണിയാഗാന്ധി ആരാന്ന് ചോദിച്ചാൽ പ്രധാനമന്ത്രിയുടെ തലയിൽ കസേരയിട്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ സോണിയാഗാന്ധിയുടെ ഉത്തരവ് പ്രകാരം 51 പെട്ടികളിലായിട്ട്, കാർഡ്ബോർഡ് പെട്ടികളിലായിട്ട്, ബോക്സുകളിലായിട്ട് ഈ രേഖകൾ കൊണ്ടുപോയി. എന്തൊക്കെ രേഖകളാണെന്നറിയോ? ജവഹർലാൽ നെഹ്റു എഡ്വിന മൗണ്ട് ബാറ്റന് അയച്ച കത്തുകൾ, പിന്നെ ജയപ്രകാശ് നാരായണൻ അയച്ച കത്തുകൾ, ഇങ്ങനെയുള്ള രേഖകളാണ് എടുത്തുകൊണ്ട് പോയത്. സോണിയാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ രേഖപ്പെടുത്തി കൊണ്ടുപോയി. അപ്പോൾ അങ്ങനെ ഈ നെഹ്റുവിൻ്റെ കത്തുകൾ അങ്ങനെ ഒരു കുടുംബത്തിൻ്റെ സ്വകാര്യ സ്വത്തൊന്നുമല്ല, രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ കത്തുകളാണ്. അതെ. ആ കത്ത് സോണിയാഗാന്ധി വിചാരിച്ചാൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഒരു മ്യൂസിയത്തിൽ നിന്ന് എടുത്തുകൊണ്ട് പോകാൻ പറ്റും. 51 കാർട്ടൺ എന്ന് പറയുമ്പോൾ ലോറി വിളിച്ചാണ് കൊണ്ടുപോയത്. അതെ. അതൊന്ന്. രണ്ടാമത്തത്, ഒരു കുടുംബത്തിന് എന്ത് ഡോക്യുമെൻറ്റും അടിച്ചു മാറ്റി കൊണ്ടുപോകാം, നശിപ്പിക്കാം എന്ന് പറയുന്ന പ്രവണത ശരിയല്ലല്ലോ. രണ്ടാമത്തെ ചോദ്യം വളരെ പ്രധാനപ്പെട്ടാണ്. മൗണ്ട് ബാറ്റൻ പ്രഭു എന്ന് പറയുന്ന മഹാൻ്റെ, അതെ, ഗവർണർ ജനറലൊക്കെ ആയിരുന്ന, ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്ന, ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്ന മഹാൻ്റെ ഭാര്യയായിരുന്നു എഡ്വിന മൗണ്ട് ബാറ്റൻ. എഡ്വിന മൗണ്ട് ബാറ്റനെ കുറിച്ച് പറയുമ്പോൾ നെഹ്റുവിൻ്റെ ഏറ്റവും അടുത്ത ആളാണ്. നെഹ്റുവും മൗണ്ട് ബാറ്റനും തമ്മിൽ, നെഹ്റുവും എഡ്വിനയും തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്ന് പരക്കെ പറയപ്പെടുന്നുണ്ട്. എഡ്വിനയുടെ മകൾ എഴുതിയ പുസ്തകത്തിൽ പോലും പറയുന്നുണ്ട്. ഒരുപാട് രേഖകൾ അത് സംബന്ധിച്ചുണ്ട്. മാത്രമല്ല ഈ മൗണ്ട് ബാറ്റൻ ഒരു പാവയായിരുന്നു. കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നത് എഡ്വിനയായിരുന്നു. കാരണം എഡ്വിന പ്രഭ്വിയായിരുന്നു. അപ്പം സ്റ്റാറ്റസ് വൈസ് ഭാര്യയാണ് വരുന്നത്. മാത്രമല്ല നമ്മൾ പറയുമ്പം ഈ അരോചകമായി പ്രേക്ഷകർക്ക് തോന്നിയാലും സത്യമാണ്, മൗണ്ട് ബാറ്റൻ ഒരു ഹോമോസെക്ഷലായിരുന്നു. അദ്ദേഹത്തിന് സ്ത്രീകളോട് താല്പര്യമില്ലായിരുന്നു. അങ്ങനെ വന്നപ്പോൾ സ്വാഭാവികമായും മൗണ്ട് ബാറ്റനോട് പരമപുച്ഛമായിരുന്നു എഡ്വിനയ്ക്ക്. പിന്നീട് ഇന്ത്യയിലെ ഏറ്റവും വലിയ റോറിങ് ഫിഗറായിട്ട് നിൽക്കുന്ന നെഹ്റുവായിട്ട് ഇവർക്ക് അടുപ്പമുണ്ടായി. ഈ ആളുകൾ പറയുന്നത് 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി 15-ാം തീയതി പിറക്കുമ്പോൾ ആണല്ലോ നമ്മുടെ ദേശീയ യൂണിയൻ ജാക്ക് മാറ്റിയിട്ട്, ബ്രിട്ടൻ്റെ പതാക മാറ്റിയിട്ട് ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തുന്നത്. ആ പതാക ഉയർത്താൻ ഇദ്ദേഹം എഡ്വിനയുടെ മുറിയിൽ നിന്നാണ് വന്നത് എന്ന് പോലും പറയുന്നുണ്ട്, പല പുസ്തകങ്ങളിലും പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഒരുപാട് കാര്യങ്ങൾ സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്നുള്ള പുസ്തകത്തിലൊക്കെ ഉണ്ട്. ഇതൊക്കെ ചരിത്രത്തിലുള്ള കാര്യങ്ങൾ, നമ്മൾ പറയുന്ന ഭാഗത്തൊന്നുമല്ല. അപ്പോൾ ഇങ്ങനെ നിരന്തരം എഡ്വിന നെഹ്റുവിനും നെഹ്റു എഡ്വിനയ്ക്കും കത്തുകൾ അയക്കുമായിരുന്നു. ഈ കത്തുകളെല്ലാം ആർക്കൈവ്സിൽ ഉണ്ടായിരുന്നു. ഈ കത്തുകളാണ് വളരെ പെട്ടെന്ന് സോണിയയുടെ നിർദ്ദേശപ്രകാരം എടുത്തുകൊണ്ട് പോയത്. അപ്പോൾ എന്താണ് എഡ്വിനയും നെഹ്റുവും തമ്മിൽ കത്തുകളിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്? അത് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശമുണ്ട്. പേഴ്സണൽ കത്തല്ല, ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കത്താണ്, പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യയുടെ ലെറ്റർ ഹെഡിലിടുന്ന കത്താണ്. അങ്ങനെ നെഹ്റു എഴുതുന്നതൊക്കെ സ്വകാര്യ കത്തുകളാണെങ്കിൽ നെഹ്റു ഇന്ദിരയ്ക്ക് എഴുതിയ കത്തുകൾ, ഒരു അച്ഛൻ മകൾക്ക് എഴുതിയ കത്തുകൾ എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചെന്തിനാണ്? പിള്ളേരെ പഠിപ്പിക്കുന്നതിനാണ്. അപ്പോൾ അത് സ്വകാര്യമല്ലേ? അച്ഛനും മകളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എന്തിനാണ് രാജ്യത്തെ ജനങ്ങൾ വായിക്കുന്നത്? നെഹ്റുവിൻ്റെ മാത്രമല്ല, നെഹ്റുവിൻ്റെ മറ്റെഴുത്തുകൾ വായിച്ചിട്ടുണ്ടല്ലോ.
ഗാന്ധിയുടെ വായിക്കുന്നുണ്ടല്ലോ. അതെ. അങ്ങനെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് എഡ്വിന മൗണ്ട് ബാറ്റൻ്റെ ഭാര്യയായ എഡ്വിന നെഹ്റുവിനും നെഹ്റു അങ്ങോട്ട് എഴുതിയ കത്തുകൾ എന്തുകൊണ്ട് രഹസ്യമായി വെക്കണം എന്നാണ് ചോദ്യം. രഹസ്യമായി വെക്കാൻ ഇവർക്കെന്താണ് അവകാശം? അതായത് ഇത് ഡൽഹി നെഹ്റു മ്യൂസിയത്തിന് കൈമാറിയിരുന്ന നെഹ്റു മ്യൂസിയത്തിലെ ഔദ്യോഗിക സ്വത്താണിത്. ആ സ്വത്തുക്കൾ എടുത്തു മാറ്റിക്കൊണ്ടു പോകാൻ ഒരധികാര ബാഹ്യയായ ഒരാൾ, അധികാരത്തിന് പുറത്തു നിൽക്കുന്ന ഒരാളാണല്ലോ സോണിയാഗാന്ധി. അവരാണ് പ്രധാനമന്ത്രി, അവരുടെ വീട്ടുവേലക്കാരനായിരുന്നുവെങ്കിലും പക്ഷേ നിയമപരമായി അവർക്കൊരു അധികാരമില്ല. അവർക്ക് ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഉപദേശക പദവിയൊക്കെ ക്യാബിനറ്റ് റാങ്കിൽ കൊടുത്തിരുന്നു. പ്രധാനമന്ത്രിയുടെ മുകളിൽ ഇപ്പം ബംഗ്ലാദേശിൽ പോലെ ചീഫ് അഡ്വൈസർ പോലത്തെ ഒരു പദവി ഉണ്ടാക്കി അതിൻ്റെ മുകളിൽ പ്രതിഷ്ഠിച്ചിരുന്നു. പക്ഷേ എന്നാലും അത് ഭരണഘടനാ പദവിയൊന്നുമല്ല. അതുകൊണ്ട് അവർക്ക് എന്ത് അധികാരം? അവരുടെ ഉത്തരവ് പ്രകാരം ഈ രേഖകൾ പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ആൻഡ് ലൈബ്രറിയിൽ നിന്ന് കൊണ്ടുപോയി തെറ്റാണ്, അത് തിരിച്ചു കിട്ടണം എന്നാണ് ഇപ്പോൾ റിസ്വാൻ ഖാദ്രി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതായത് ഔദ്യോഗികമായി കൊടുത്തതായതുകൊണ്ടാണല്ലോ അവിടെ രേഖപ്പെടുത്തി വെച്ചത്. അതാണ് പിന്നെ സോണി എടുത്തുകൊണ്ട് പോയപ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുകയാണ് നിർദ്ദേശപ്രകാരം. അത് മാത്രമല്ല രാജ്യത്തിൻ്റെ സ്വത്ത് അങ്ങനെ എടുത്തുകൊണ്ട് പോകാൻ പാടില്ല. പക്ഷേ ആ കുടുംബമല്ലേ ഇന്ത്യയിലെ ഒന്നാമത്തെ കുടുംബമല്ലേ? അല്ല, പണ്ട് ആനപ്പുറത്ത് കയറി തലമുണ്ടായാലും എന്നും അതുണ്ടാവുമോ? പക്ഷെ കൊടുക്കണ്ടേ? മേടിച്ചുകൊണ്ട് പോയി എന്ത് ചെയ്യും? അപ്പോൾ ഇപ്പോൾ ഖാദ്രി ഇപ്പോൾ പറയുന്നത് എന്നറിയോ? റിസ്വാൻ ഖാദ്രി പറയുന്നത് ഞാൻ സോണിയയ്ക്ക് പലതവണ കത്തയച്ചു. ഈ എൻ്റെ പണി പോകുന്ന കാര്യമാണ്, ഇവിടുത്തെ ഡോക്യുമെൻറ്റ്സാണ്, അത് തിരിച്ചു പിടിക്കുക എന്നുള്ള എൻ്റെ ഉത്തരവാദിത്തം കൂടിയാണ്. അത് തിരിച്ചു തരണം എന്ന് ഒരുപാട് ഇമെയിൽസ് അയച്ചു, ഒരു മറുപടിയില്ല. അതുകൊണ്ട് ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് കത്തയക്കുകയാണ്. രാഹുൽ ഗാന്ധി എങ്കിലും മേടിച്ചു തരണം. നമുക്ക് രാഹുൽ ഗാന്ധിക്ക് വെറുതെ അല്ല. രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ്. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനോട് ഞാൻ ആവശ്യപ്പെടുകയാണ്, ഇന്ത്യ സർക്കാരിൻ്റെ ഈ ലൈബ്രറി ആൻഡ് മ്യൂസിയത്തിൽ നിന്ന് അവിടുത്തെ ഔദ്യോഗിക ഡോക്യുമെൻറ്റ്സ് ആയിരുന്ന, ഈ രാജ്യത്തിൻ്റെ പൊതുസ്വത്തായിരുന്ന ചരിത്രരേഖയായ കത്തുകൾ 51 പെട്ടികളിലാക്കി സോണിയാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം കൊണ്ടുപോയി. അത് തിരിച്ചു തരാൻ അങ്ങയുടെ അമ്മയോട് പറഞ്ഞൊന്ന് തിരിച്ചു തരാൻ പറയണം. ഇനി അത് തിരിച്ചു തരാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മിനിമം അതിൻ്റെ കോപ്പി എടുക്കാൻ വേണ്ടി അത് സ്കാൻ ചെയ്യാൻ സമ്മതിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ഫോട്ടോ കോപ്പി എടുത്തെങ്കിലും എന്താ? എനിക്ക് അതിനോട് യോജിപ്പില്ല കേട്ടോ. കാരണം അവിടുത്തെ ഈ നാട്ടിലെ മ്യൂസിയത്തിലെ പ്രോപ്പർട്ടി നിയമവിരുദ്ധമായി എടുത്തുകൊണ്ട് പോയിട്ട് അത് തന്നെയാണ് തിരിച്ചു തരേണ്ടത്. അല്ല അത് ഞങ്ങൾ വന്ന് കോപ്പി എടുത്തോളാം, അല്ലെ കോപ്പി എടുത്ത് നിങ്ങളതാന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. പ്രധാനമന്ത്രിയായിരുന്ന ഒരു വ്യക്തിയുടെ കത്തുകളാണ്. അത് മാത്രമല്ല, പ്രധാനമന്ത്രിയായിരുന്ന ആ വ്യക്തിയുടെ കത്തുകൾ അവിടുന്ന് എടുത്തുകൊണ്ട് പോയി എന്ന് പറഞ്ഞാൽ എപ്പോഴാണെന്നറിയോ? ഈ മ്യൂസിയത്തിൻ്റെ പ്രോപ്പർട്ടി ആയതിനു ശേഷമാണ്. അപ്പോൾ അത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സ്വത്താണ്. കാരണം ഇന്ത്യ സർക്കാരിൻ്റെ മ്യൂസിയം, അവിടെ ഇരിക്കുന്ന വസ്തുക്കളുടെ ഉടമസ്ഥ അവകാശം ആർക്കാണ്? ഇന്ത്യ സർക്കാരിനാണ്. അത് 2008 മുതൽ ഈ മ്യൂസിയത്തിലെ എല്ലാ ഡോക്യുമെൻറ്റ്സും ഡിജിറ്റലൈസ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ആ ഡിജിറ്റലൈസിങ് പ്രോസസ്സ് ആരംഭിച്ച സമയത്താണ് ഈ സാധനം എടുത്തുകൊണ്ട് പോകുന്നത്. 2010 എടുത്തുകൊണ്ട്, കാരണം എല്ലാ ഡോക്യുമെൻറ്റ്സും നശിച്ചു പോകാതിരിക്കാൻ ഡിജിറ്റലാക്കുമല്ലോ. അങ്ങനെ ചെയ്തപ്പോഴത്തേക്ക് ഇതും അങ്ങനെ ആയിക്കഴിഞ്ഞാൽ കുഴപ്പമാണെന്ന് തോന്നിയിട്ടായിരിക്കും എടുത്തുകൊണ്ട് പോയി. അപ്പോൾ എന്തോ ഒരു സംശയം. കാരണം നെഹ്റു അയച്ച, ജയപ്രകാശ് നാരായൺ അയച്ച കത്തുകൾ, എഡ്വിനയ്ക്ക് അയച്ച കത്തുകൾ, എല്ലാം നെഹ്റുവിൻ്റെ മുഴുവൻ കൊണ്ടുപോയില്ല. അത് സെലക്ട് ചെയ്ത JPക്ക് അയച്ച കത്ത് വേണം, എഡ്വിനയ്ക്ക് അയച്ച കത്തുകൾ വേണം, അതിൻ്റെ മറുപടി വേണം, ഇതെല്ലാം എടുത്തുകൊണ്ട് പോരാനാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ നോക്കി ഒന്ന് സോർട്ട് ചെയ്ത് ആവശ്യമുള്ളത് മാത്രം അപ്പോൾ ഇത് മാത്രം ഈ കത്തുകൾ പുറത്തു വരരുത്, രാജ്യത്തെ ജനങ്ങൾ അറിയരുത് എന്നൊരു താല്പര്യം ആർക്കുണ്ട്? സോണിയാഗാന്ധിക്കുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഗാന്ധി കുടുംബം എന്ന് പറഞ്ഞാൽ മഹാത്മാഗാന്ധി പുറക്കട്ടെ, പോട്ടെ, എന്തായാലും അങ്ങനെയാണല്ലോ വിളിക്കുന്നത്. ആ കുടുംബത്തിന് എന്തോ താല്പര്യം ഉണ്ടായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. നെഹ്റു എഡ്വിനയ്ക്കും തിരിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ച കത്തുകൾ 51 പെട്ടി ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രി പണിയായിരുന്നോ കത്തെഴുത്ത് പണിയായിരുന്നോ? എപ്പോഴാണ് സമയം കിട്ടുന്നത്? അല്ല, എല്ലാ ദിവസവും ഒരു കാണുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ എന്താ ഇത്ര എഴുതാനുള്ളത്? നമ്മൾ ഈ കാമുകികാമന്മാരൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ ആലോചിക്കത്തില്ലേ, ഇങ്ങനെ വർത്തമാനം പറയും. അപ്പം നമ്മളിങ്ങനെ എത്ര നേരം പറഞ്ഞാലും എന്തുവാണ് ഈ പറയാനുള്ളത് എന്ന് പറയുന്ന പോലെ നേരിട്ട് കണ്ടു കഴിഞ്ഞ് പിന്നെ എഴുത്താണ്. രാജ്യത്തെ പ്രധാനമന്ത്രിയാണേ ചാച്ച നെഹ്റു, കുട്ടികളുടെ പ്രിയപ്പെട്ട ചാച്ച, റോസാപ്പൂ വെച്ച്. ഏതായാലും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ 2010 ഡിജിറ്റൈസ് ചെയ്യാൻ തീരുമാനിച്ചപ്പോഴാണ് ഇത് പെട്ടെന്ന് എടുത്തുകൊണ്ട് പോകുന്നത്. ഇത് ഡിജിറ്റൈസ് ചെയ്താൽ എന്താണ് പ്രശ്നം? അതാണ് ഡിജിറ്റൈസ് ചെയ്താലുള്ള പ്രശ്നം എന്നറിയോ? ഈ രേഖ ഇനി ഒരിക്കലും നശിക്കത്തില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് നെഹ്റുവിൻ്റെ കത്തുകളല്ലേ, അതൊക്കെ പേപ്പറല്ലേ, ദ്രവിച്ചു പോയി. കാരണം ഇത് വരും തലമുറയ്ക്ക് മുന്നിൽ ഇപ്പോൾ നെഹ്റുവിനെ നവംബർ 14
കുട്ടികളുടെ ചാച്ചാജി എന്ന് പറഞ്ഞാൽ അവതരിപ്പിക്കുന്നുണ്ട്. കുട്ടികളൊക്കെ നെഹ്റുവിൻ്റെ വേഷം കെട്ടി നടക്കും, റോസാപ്പൂ വെച്ചിട്ട്. ഈ മനുഷ്യൻ കുട്ടികളെ അങ്ങനെ വല്ലാത്ത വാത്സല്യത്തോടെ സ്നേഹിച്ചതായിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അതൊരു സ്ട്രാറ്റജി ആയിരുന്നു, തന്ത്രപരമായ നീക്കമായിരുന്നു. നവംബർ 14 ജവഹർലാൽ നെഹ്റു കുട്ടികളുടെ ദിനമായി, ശിശുദിനമായിട്ട് ആഘോഷിക്കുന്നു. എല്ലാ കുട്ടികളും നെഹ്റുവിൻ്റെ വേഷം ധരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു വലിയ ഡിസൈനുണ്ട്, ഒരു ഗ്രാൻഡ് ഡിസൈനുണ്ട്. ഇന്ത്യ ഉള്ള കാലത്തോളം നവംബർ 14 ശിശുദിനമായിരിക്കും. അതിലൂടെ ജവഹർലാൽ നെഹ്റു ഓർമ്മിക്കപ്പെടും. അത് നെഹ്റു തന്നെ എടുത്ത തീരുമാനമാണ്. എൻ്റെ ജന്മദിനം ഈ യാചന്ദ്രതാരം എന്തായിരിക്കണം, ശിശുദിനമായി ഈ രാജ്യത്തെ കുട്ടികൾ ആഘോഷിക്കണം, എന്നെ ഓർമ്മിക്കണം എന്ന് അദ്ദേഹം തന്നെ തീരുമാനിച്ച് ഡിസൈൻ ചെയ്തതാണ്. അതാണ് അതിൻ്റെ രസകരമായ കാര്യം. ഏതായാലും അത് അത്രയ്ക്ക് മാത്രമൊക്കെ നെഹ്റു ഉണ്ടോ എന്നിപ്പോൾ നെഹ്റുവിനെ കുറിച്ചുള്ള ഒരുപാട് ഡോക്യുമെൻറ്റ്സ് പുറത്ത് വരുന്നുണ്ട്. ഇക്കാലം അത്രയും ആൾക്ക് അറിയില്ല. ഇപ്പോൾ അതാ ഈ സോണി ലിവ് ചാനലിൽ OTT സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ നിന്നുള്ള നോവൽ, ചരിത്രാഖ്യായിക എന്ന് പറയാം അല്ലേ, അത് സീരിയലൈസ് ചെയ്ത് വരുന്നുണ്ട്. അത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഈ പുച്ഛമൊക്കെ അങ്ങോട്ട് കൂടും. രാഷ്ട്രശില്പി എന്ന് പറഞ്ഞ് നമ്മൾ ഈ വാഴ്ത്തുപാട്ട് കേട്ടിരുന്ന നെഹ്റുവിൻ്റെ ഒരുപാട് ഡോക്യുമെൻറ്റ്സ്, അപവാദങ്ങളല്ല. ഈ ലാരി കോളിൻസ്, ഡൊമിനിക് ലാപ്പിർ എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാരല്ല, വേറെ രാജ്യത്തുള്ള രണ്ടുപേര് വന്ന് ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് ബുക്ക് എഴുതിയിട്ട് അതിനെ സീരിയലൈസ് ചെയ്ത് വരിക എന്ന് പറയുമ്പോൾ സത്യങ്ങളായിരിക്കില്ല. സത്യങ്ങളായിരുന്നു. അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ അല്ലാതെ അസ്വസ്ഥ ഉണ്ടാകുന്നുണ്ട്. ചില ആളുകളൊക്കെ വിളിച്ച് നമ്മളെ ചീത്ത വിളിക്കുന്നുണ്ട് കേട്ടോ, നെഹ്റുവിനെ കുറിച്ച് അങ്ങനെ പറയും. നമ്മൾ പറഞ്ഞൊന്നുമല്ല. ഈ വിളിക്കുന്ന മഹതികളോടൊക്കെ മഹാന്മാരോടൊക്കെ നമുക്ക് പറയാനുള്ളത് ഇത് ചരിത്ര ഡോക്യുമെൻ്റ് വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഈ മ്യൂസിയത്തിൽ നിന്ന് ഈ മദാമയ്ക്ക് എഴുതിയ കത്തുകൾ മറുപടിയും അടിച്ചു മാറ്റിക്കൊണ്ട് വേറൊരു മദാമ പോയത്. അപ്പോൾ ഏതായാലും ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. മദാമയും നെഹ്റുവും തമ്മിലുള്ള ചുറ്റിക്കളിയോ അല്ലാത്ത കളിയോ എന്തെങ്കിലും ആട്ടെ, ഇടപാടുകൾ സംബന്ധിച്ച കത്തിടപാടുകൾ ഒളിച്ചു വെക്കപ്പെട്ട അത് ഇന്ത്യയിലെ ജനങ്ങൾ അറിയരുത് എന്ന് കരുതി ഇറ്റലിക്കാരി മദാമ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അത് തിരിച്ചു കിട്ടണം എന്നാവശ്യപ്പെട്ട് ഇപ്പോൾ ഈ മദാമയ്ക്ക് കത്തെഴുതി മടുത്തിട്ട് ഇപ്പോൾ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനോട് മ്യൂസിയം ആൻഡ് ലൈബ്രറി ആവശ്യപ്പെട്ടിരിക്കുന്ന റിസ്വാൻ ഖാദരിയാണ്. അതുകൊണ്ട് സംഘപരിവാർ അജണ്ടയാണെന്ന് ദയവായി പറയരുത്. ആ കത്തുകൾ വായിക്കാൻ നെഹ്റുവും എഡ്വിന മൗണ്ട് ബാറ്റനും തമ്മിൽ എന്തായിരുന്നു ബന്ധം, അവരെന്താണ് ഇത്രയേറെ പെട്ടിക്കടക്കിൽ ലോറി കെട്ടിക്കൊണ്ടു പോകാൻ മാത്രം കത്തുകൾ എഴുതിയത് എന്നറിയാൻ ഇന്ത്യയിലെ ജനങ്ങൾക്ക് അവകാശമുണ്ട്, താല്പര്യമുണ്ട്. അത് അവരുടെ അവകാശമാണ്, ഔദാര്യമൊന്നുമില്ല. മദാമ്മയുടെ വീട്ടിൽ നിന്ന് ആ സാധനം പക്ഷേ കിട്ടിയെന്ന് പറയാം, കത്തിച്ച് കളഞ്ഞാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.